ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സുന്ദരി ചെറിയ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഞാനിത് നട്ടേക്കണത് 20 ലിറ്ററിൻ്റെ ഇതുണ്ടോ, 20 ലിറ്ററിൻ്റെ ഒരു പെയിൻറ്റിൻ്റെ ടിന്നിലാണ്. 2 വർഷമായി നട്ടിട്ട്. 2 വർഷമായപ്പോഴത്തേക്ക് ഇതിനകത്ത് ഒരുപാട് കായകളുണ്ടായി. ഇതിപ്പോൾ ശരിക്കും ഈ മരത്തിൻ്റെയൊക്കെ ചുവട്ടിൽ നിൽക്കുന്ന കാരണം കൊണ്ടാണ് കായ കുറവ്. ശരിക്കും വെയിലത്താണ് വെക്കേണ്ടത്. വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാടുണ്ടാവും. അതുപോലെ തന്നെ താഴെ വെച്ച് കഴിഞ്ഞാൽ വലിയ മരമായിട്ട് പോകും. നമുക്കത് വെട്ടി ഒതുക്കി ഒരു നല്ല ബുഷായിട്ട് നിർത്താൻ പറ്റിയൊരു ചെറിയാണ്. അത് വളങ്ങളൊക്കെ നമ്മൾ സാധാരണ വളങ്ങൾ തന്നെ, ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ കടലപ്പിണ്ണാക്ക്, അതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അല്ലാതെ വേറെ കീടനാശിനി അങ്ങനെ സാധനങ്ങളൊന്നുമില്ല. ജൈവമായിട്ടുള്ള വളങ്ങൾ തന്നെയാണ് നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നത്. ഇവിടെയൊക്കെ നോക്കി ഒരുപാട് ചെറിയ ചെറിയ കായകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഇതിനകത്ത് ഒരുപാടുണ്ട്. ഇതൊക്കെ ഇതിനകത്ത് ഇവിടെയൊക്കെ ഉണ്ട്. ശരിക്കും നല്ല വെയിൽ വേണം. വെയിലുണ്ടെങ്കിൽ ഇത് ഒരുപാടുണ്ടാവും. ഇത് വെയിൽ കുറവായതുകൊണ്ടാണ് കുറച്ചായിട്ടുണ്ടായിരുന്നത്. ഈ ചെടി കാണുമ്പോൾ അത്ര നിസ്സാരക്കാരനല്ല. ഇതിൻ്റെ പോഷക ഗുണങ്ങളാണ് ഇതിന് ഏറ്റവും കൂടുതൽ. വിറ്റാമിൻ സി, അതുപോലെ തന്നെ സോഡിയം, കാൽസ്യം, അതൊക്കെ ഏറ്റവും കൂടുതൽ അടങ്ങിയേക്കണ ഒരു ചെടിയത്. ഇതിൽ പല കളറായിട്ട്, ഏറ്റവും ആദ്യം പച്ചയായിരിക്കും, പിന്നെ അത് മഞ്ഞയാവും, പിന്നെ അത് ഓറഞ്ച് നിറമാവും, അത് കഴിഞ്ഞ് റെഡിലേക്ക് വരും. റെഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിക്കാറാവും. ഇത് നല്ല പഴുത്ത് കഴിഞ്ഞാൽ ഒരു മധുരവും പുളിയും ചവർപ്പും എല്ലാം കൂടി കൂടിയ ഒരു ടേസ്റ്റാണിതിന്. കാണാൻ നല്ല ഭംഗിയല്ലേ? വിറ്റാമിൻസും മിനറൽസും ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇതിനകത്ത്. രോഗപ്രതിരോധ ശക്തിയൊക്കെ ഒരുപാട് നമുക്ക് ഉണ്ടാക്കുന്ന ഒരു ചെറിയത്. ഇത് നോക്കി, എങ്ങനെയുണ്ടെന്ന് നോക്കി. മധുരമുണ്ട്. മധുരവും പുളിയും ചവർപ്പ് കൂടിയൊരു ടേസ്റ്റ് ആണല്ലേ? ഓനോട് തന്നെ ആ കായ എൻ്റെ ചുവട്ടിലേക്ക് കണ്ടിട്ടേ കിടന്ന് മുളച്ചോളും. ഇതുപോലത്തെ ഒരു ചെറിയ ഡ്രമ്മോ അല്ലെങ്കിൽ പെയിൻറ്റും പാട്ടയോ മതി നമുക്ക്. ഇതൊക്കെ ഇതുപോലുള്ള ചെടികളൊക്കെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട്. നമ്മുടെ പിള്ളേർക്കൊക്കെ വിഷമില്ലാത്ത നല്ല ഫ്രൂട്ട്സൊക്കെ കഴിക്കാനായിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ വീട്ടിൽ നട്ട് വളർത്തി അവർക്ക് കൊടുക്കണം. പച്ച, മഞ്ഞ, ഓറഞ്ച്, റെഡ്, എല്ലാ കളറും ഉണ്ടാവും. ഇങ്ങനെ ഒരുപാട് ഉണ്ടായി കിടക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. നല്ല മധുരമൊന്നുമില്ല. മധുരവും പുളിയും ചവർപ്പും എല്ലാം കൂടി കൂടിയൊരു ടേസ്റ്റാണ്. ടേസ്റ്റ് നോക്കണ്ട, അതിൻ്റെ ഗുണങ്ങൾ മാത്രം നോക്കിയാൽ മതി. പിള്ളേർക്ക് ഒരു ദിവസം ഒരെണ്ണം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ധാരാളം പോഷക ഗുണങ്ങളുള്ള ചെറിയാണ് ഈ സുറിനാം ചെറി. സുറിനാം ചെറി എന്ന് പറഞ്ഞിട്ട് എൻ്റെ പേര്. ഇതിൻ്റെ കുരു കണ്ടോ? ഇതാണ് ഇതിൻ്റെ കുരു. തിന്നു കഴിഞ്ഞാൽ അങ്ങനെ തിന്നുകൊണ്ടിരിക്കുക. ചിലതിന് മധുരം കൂടുതൽ കിട്ടോ. ഞാൻ നേരത്തെ ആദ്യം കഴിച്ചതിന് മധുരത്തിൽ കുറവാണ്, പക്ഷെ ഇപ്പം കഴിച്ചത് നല്ല മധുരമുണ്ട്.
പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.